ചെയ്ത് നോക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് നിൽക്കാണ്. ഞങ്ങളിവിടെ അവിടെ നിന്ന സമയത്ത് സിംഗോപനായിട്ട് ഇങ്ങനെ വന്നൊരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് രേണു സുധിയെ ചൂസ് ചെയ്തത് എന്നൊരു ചോദ്യം കൂടെ അവിടെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു മറുപടിയും കൂടെ ഞങ്ങൾ രേണു സുധിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. രേണു റെഡിയല്ലേ? സന്തോഷമുണ്ട് ഞങ്ങളുടെ ഭാഗം. രണ്ടാമത്തെ തവണയാണ്, രണ്ടാമത്തെ യാത്രയിലാണ് കൂടെ കൂടുതൽ. പക്ഷെ ഇനി അങ്ങോട്ട് കൂടുതൽ ഞങ്ങളുടെ കൂടെ തന്നെ അനുശ്രീയെ പോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് പ്ലീസ് ഒരുപാട് സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ദൈവാനുഗ്രഹം കണ്ടു. അനുശ്രീയെ നേരിൽ കാണാൻ പറ്റി. ബാധുക്ക, മഞ്ജു ചേച്ചി, സിംഗിൾ ചേച്ചി, എല്ലാവരെയും അടുത്തറിയാൻ പറ്റി. വേറൊന്നുമല്ല, എന്നോട് ചേച്ചിയോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് രേണു സുധിയെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കാൻ സമൂഹത്തിൽ കുറച്ചു പേർക്കെങ്കിലും കഴിയുമെന്ന് അതിന്റെ തെളിവാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. ഈ ഒരു സംരംഭം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. 100 അല്ല 200 ശാഖകൾ അനുശ്രീ മോൾ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് ഞാൻ ഇപ്പോൾ ആശംസിക്കുന്നു. അപ്പം എല്ലാം കൊണ്ടും താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും ചേച്ചി. വീണ്ടും എന്നെ മനസ്സിലാക്കിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി. ഇനി തീർച്ചയായിട്ടും സംസാരിക്കാനായിട്ട് വരേണ്ടത് സിംഗിൾ ബബലിലേക്ക് എത്തുമ്പോൾ ഗുരുവായൂരപ്പനെ, നമ്മുടെ അന്നത്തെ ഗുരുവായൂരപ്പനെ, അപ്പൊ അതേ ഗുരുവായൂരപ്പനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് വിളക്ക് കൊളുത്തിയിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ചേച്ചിക്കും ടീമിനും അടുത്ത ഒരു സ്ഥലത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എല്ലാ അനുഗ്രഹത്തോടും കൂടി ദൈവത്തിന്റെ ഈശ്വരാധീനം കൂടെ ഉണ്ടാവട്ടെ, കോൺഫിഡൻസ് കൂടെ ഉണ്ടാവട്ടെ. ഫുൾ സപ്പോർട്ടായിട്ട് അന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഒരു സപ്പോർട്ടും ഇല്ല, ഞാൻ കൂടെ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ചേട്ടൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ട് കൂടി തന്നെ 2 മാസത്തിനുള്ളിൽ നമ്മളിപ്പോൾ അടുത്ത ബ്രാഞ്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും ചേച്ചിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു. അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ ടീമിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. അപ്പം വീണ്ടും എന്നെ ഈ ഒരു ഇനാഗുറേഷന് വിളിച്ചതിൽ, നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുശ്രീ, താങ്ക് യു വെരി മച്ച്. ഒരു പക്ഷേ മനശ്രീയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിലൊരു വലിയ സന്തോഷം. പിന്നെ അനുശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ ബോബജേട്ടൻ സൈഡിൽ നിൽക്കുന്നു എന്നതിന്റെ സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും പെട്ടെന്ന് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ കൂടെ ഒരു ഫ്ലവർലെറ്റ് എന്ന് പറയുന്നത്